സ്വാതി. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾജിബ്രാക് എക്സ്പ്രഷൻ്റെ സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് കുറച്ച് ലെങ്തി ആയി പോയി, അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് സെക്ഷനിലോ മെയിലിലോ ഞങ്ങളോട് ചോദിക്കണം. ഓക്കെ, ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ആ വീഡിയോസ് കാണാം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം പിന്നെയും ഡൗട്ട്സ് നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മുടെ അടുത്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് കൂടെ നിങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് എക്സസൈസ് പാർട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ഇതിനകത്ത് ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ചാപ്റ്ററിനകത്ത്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് എക്സസൈസ് സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കിയിരിക്കണം. അതിന് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ടേംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ടൈപ്സ് ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ടേംസ് ആണുള്ളത്, ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ്. ലൈക്ക് ടേംസ് ആണെങ്കിൽ അതിനകത്ത് സെയിം വാരിയബിൾസും സെയിം പവറും ആയിരിക്കും ഉണ്ടാവുക. അൺലൈക്ക് ടേംസ് ആണെങ്കിൽ അതിനകത്ത് ഡിഫറെന്റ് വാരിയബിൾസും ഓർ സെയിം വാരിയബിൾസ് വിത്ത് ഡിഫറെന്റ് പവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? സെയിം വാരിയബിൾസ് വിത്ത് സെയിം പവർ ആണെങ്കിൽ അതിനെ ലൈക്ക് ടേംസ് എന്ന് പറയും. ഡിഫറെന്റ് വാരിയബിൾസ് അല്ലെങ്കിൽ സെയിം വാരിയബിൾസ് തന്നെ ഡിഫറെന്റ് പവേഴ്സ് ആണെങ്കിൽ അതിനെ അൺലൈക്ക് ടേംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനും എക്സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 7xy and 15xy. 7xy എന്ന് പറയുന്നതും 15xy എന്ന് പറയുന്നതും ഡിഫറെന്റ് എക്സ്പ്രഷൻസ് ആണ്, അതിന്റെ ഓരോ ടേംസ് ആണ് അല്ലെ. ഇപ്പൊ 7xy എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ രണ്ട് ടേംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്? ലൈക്ക് ടേംസ് ആണെങ്കിൽ സെയിം വാരിയബിൾസ് ആയിരിക്കും. ഇവിടെ സെയിം വാരിയബിൾസ് ആണ്, എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്. സോ ഇവിടെ സെയിം വാരിയബിൾസ് ആണ്. ഓക്കെ, സെയിം വാരിയബിൾസ്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി സെയിം പവർ ആണോ, സെയിം പവർ ആണോ ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ എക്സിന്റെ പവർ എത്രയാണ്? 1 ആണ്. ഇവിടെയും എക്സിന്റെ പവർ എത്രയാണ്? 1 ആണ്. ഇവിടെ വൈയുടെ പവർ എത്രയാണ്? 1 ആണ്. ഇവിടെയും വൈയുടെ പവർ എത്രയാണ്? 1 ആണ്. സോ സെയിം പവർ ആണ്. സോ നമ്മൾ എന്ത് പറയും? ഇത് ലൈക്ക് ടേംസ് ആണെന്ന് പറയും. ലൈക്ക് ടേംസ്. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ലൈക്ക് ടേംസ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? സെയിം വാരിയബിൾസും സെയിം പവറും ആണെങ്കിൽ അത് ലൈക്ക് ടേംസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഓർക്കുക, എക്സ്പ്രഷൻസ് ഫോം ചെയ്തിരിക്കുന്നത് ടേംസ് വെച്ചാണ്, ടേംസ് ഫോം ചെയ്തിരിക്കുന്നത് ഫാക്ടേഴ്സ് വെച്ചാണ്. ഇനി ടേംസിനെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ടേംസ് ആണുള്ളത്, ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ്. ഓക്കെ, സെയിം വാരിയബിൾസും സെയിം പവറും ആണെങ്കിൽ ലൈക്ക് ടേംസ് ആണ്. ഡിഫറെന്റ് വാരിയബിൾസ് ഓർ സെയിം വാരിയബിൾസ് വിത്ത് ഡിഫറെന്റ് പവർ ആണെങ്കിൽ അത് അൺലൈക്ക് ടേംസ് ആണ്. ഓക്കെ, നമുക്കിനി അൺലൈക്ക് ടേംസിന് എക്സാമ്പിൾ നോക്കാം. 3x square y and 3xy cube. ഇവിടെ നമുക്കിത് ലൈക്ക് ടേം ആണോ അൺലൈക്ക് ടേംസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്? സെയിം വാരിയബിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സെയിം വാരിയബിൾസ് ആണോ? അതെ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്. സോ സെയിം വാരിയബിൾസ് ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി പവർ ചെക്ക് ചെയ്യാം. സെയിം പവർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. പവർ ഓഫ് എക്സ്, പവർ ഓഫ് എക്സ് ഈ കേസിൽ ഏതാണ്? 2 ആണ്. പവർ ഓഫ് എക്സ് ഈ കേസിൽ ഏതാണ്? 1 ആണ്. അപ്പൊ പവർ അവിടെ ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എക്സിന്റെ പവർ അവിടെ ഡിഫറെന്റ് ആണ്, വൈയുടെ പവർ അവിടെ ഡിഫറെന്റ് ആണ്. വൈ ഈ കേസിൽ 1 ആണ് വന്നിട്ടുള്ളത്, ഈ കേസിൽ വൈയുടെ പവർ 3 ആണ് വന്നിട്ടുള്ളത്. സോ പവർ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. പവർ സെയിം ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സെയിം വാരിയബിൾസ് ആണ്, പക്ഷെ ഡിഫറെന്റ് പവേഴ്സ് ആണ്. സോ ഇതെന്താണ്? ഒരു അൺലൈക്ക് ടേം ആണ്. ഓക്കെ, അൺലൈക്ക് ടേം ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ലൈക്ക് ടേം, എന്താണ് അൺലൈക്ക് ടേം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിള് 8xyz ആൻഡ് 8xy. ഈ രണ്ട് ടേംസ് കൺസിഡർ ചെയ്യാം. ഇത് ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്, പക്ഷെ ഇവിടെ ഇസഡ് ഉണ്ട്, ഇവിടെ ഇസഡ് ഇല്ല. അപ്പൊ ഇവിടെ എന്താണ്? ഡിഫറെന്റ് വാരിയബിൾസ്. ഡിഫറെന്റ് വാരിയബിൾസ് ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? അൺലൈക്ക് ടേംസ്. ഓക്കെ, എന്തുകൊണ്ടാണ് അൺലൈക്ക് ടേംസ് ആയത്? ഡിഫറെന്റ് വേരിയബിൾസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അൺലൈക്ക് ടേംസ് ആയത്. ഓക്കെ, സെയിം വാരിയബിൾസ് ആൻഡ് സെയിം പവേഴ്സ് വന്നാൽ മാത്രമേ ലൈക്ക് ടേംസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അൺലൈക്ക് ടേംസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അൺലൈക്ക് ടേംസും ലൈക്ക് ടേംസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി ഓൾജിബ്രായിക് എക്സ്പ്രഷൻസിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോഎഫിഷ്യന്റ്സ് ഓഫ് എ ടേംസ് ആണ്. The coefficient is the numerical in the term. Sometimes any one factor in a term is called the coefficient of the remaining part of the term. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തരാം. 10xy ഇതാണ് ഇവിടുത്തെ ഒരു ടേം എന്ന് പറയുന്നത്. ഈ ടേമിന്റെ കോഎഫിഷ്യന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? കോഎഫിഷ്യന്റ് ഓഫ് xy ആണ് ചോദിക്കുക. അപ്പൊ ന്യൂമറിക്കൽ ആണ്, അതായത് ഒരു ടേമിനകത്തെ ന്യൂമറിക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ കോഎഫിഷ്യന്റ് ഓഫ് xy എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് xy എത്രയായിരിക്കും? 10 ആയിരിക്കും. xyനെ നമ്മളിങ്ങനെ സർക്കിൾ ചെയ്യാം, ദെൻ അവിടെ ബാക്കിയുള്ളതിനെയാണ് അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. -7x²y². ഓക്കെ, ഇവിടെ x² y²ന്റെ കോഎഫിഷ്യന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? -7 ആണെന്ന് പറയും. ഓക്കെ, മൈനസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു ന്യൂമറിക്കൽ പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സോ x² y²ന്റെ കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? -7. ഓക്കെ, ഇനി എനിക്കിവിടെ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. xyയുടെ കോഎഫിഷ്യന്റ് ആണ് ചോദിച്ചാൽ xyനെ നമ്മൾ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇവിടെ ഉള്ളത് ഏതാണ്? 1 ആണ്. സോ നമ്മൾ xyയുടെ കോഎഫിഷ്യന്റ് ചോദിച്ചാൽ 1 എന്ന് പറയാം, അല്ലെങ്കിൽ 1 അവിടെ ഒമിറ്റ് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, ഇനി -xyയുടെ കോഎഫിഷ്യന്റ് ആണ് ചോദിക്കണേന്ന് വെച്ചാല് -xy എന്ന് പറഞ്ഞ ടേം അതിൽ xyയുടെ കോഎഫിഷ്യന്റ് ആണ് ചോദിക്കണേന്ന് വെച്ചാല് നമ്മൾ എന്ത് പറയണം? -1 is the coefficient of xy. Okay, -1 is the coefficient of xy. അപ്പൊ എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? when the coefficient of a term is +1, it is usually omitted. For example, 1x is written as x. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരു ടേമിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് 1 വരാണെങ്കിൽ നമ്മൾ അത് യൂഷ്വലി ഒമിറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് 1xനെ നമുക്ക് x എന്ന് പറഞ്ഞിട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. പക്ഷെ -1 ആണ് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇവിടെ -xy എന്ന് പറഞ്ഞ ടേമിനകത്ത് xyയുടെ കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ -1 എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഒരു ടേമിനകത്തെ ന്യൂമറിക്കൽ പാർട്ടിനെയാണ് അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കുറച്ചും കൂടി എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിള് xy +4. ഓക്കെ, xy +4നകത്ത്
എക്സ് വൈയുടെ കോഎഫിഷ്യന്റ് ആണ് എനിക്ക് കാണേണ്ടത്. എക്സ് വൈയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. ഓക്കെ, എക്സ് വൈനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ എക്സ് വൈനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1 ആണുള്ളത്. സോ എക്സ് വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. 4 ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. ഈ എക്സ്പ്രഷനകത്ത് 2 ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 13 മൈനസ് വൈ സ്ക്വയർ. ഇതിനകത്ത് വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് കാണേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് വൈ സ്ക്വയർ എത്രയാണ്? -1 ആണ് വരിക. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? 13 ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് അല്ലാത്ത ടേം ഏതാണ്? മൈനസ് വൈ സ്ക്വയർ. ടേം വിച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മൈനസ് വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? 13 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പ്രഷനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി വേറൊരെണ്ണം നോക്കാം. 13 മൈനസ് വൈ പ്ലസ് 5y സ്ക്വയർ. ഓക്കെ, ഇതിനകത്ത് എന്താണ് നമുക്ക് നോക്കേണ്ടത്? ടേം വിച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് അല്ലാത്ത ടേം ഏതൊക്കെയാണ്? 2 ടേംസ് ഉണ്ട്. കോൺസ്റ്റന്റ് അല്ലാത്ത 2 ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? -y ആൻഡ് 5y സ്ക്വയർ. ഓക്കെ, ടോട്ടൽ ഇവിടെ 3 ടേംസ് ഉണ്ട്. കോൺസ്റ്റന്റ് അല്ലാത്ത 2 ടേംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? -yയും 5y സ്ക്വയറും. ഇനി കോൺസ്റ്റന്റ് ഏതാണ്? 13 ആണ്. ഓക്കെ, ഇനി -yയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? -1 ആണ്. y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. ഓക്കെ, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്ന് പറയും. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഏതാണ്? ആദ്യത്തെ കേസിൽ -1 ആണ്. രണ്ടാമത്തെ ടേമിന്റെ കേസിൽ 5 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി വേറെ കുറച്ചും കൂടി എക്സാമ്പിൾ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 4p സ്ക്വയർ q മൈനസ് 3pq സ്ക്വയർ പ്ലസ് 5. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ടേംസ് ആ ഉള്ളത്? 1, 2, 3. ടോട്ടല് 3 ടേംസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ എക്സ്പ്രഷനകത്ത് ടേം വിച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് അല്ലാത്ത ടേംസ് ഏതൊക്കെയാണ്? ഓക്കെ, ടേം വിച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് അല്ലാത്തത് ഏതൊക്കെയാണ്? 4p സ്ക്വയർ q. നെക്സ്റ്റ് ഏതാണ്? -3pq സ്ക്വയർ. ഇതൊക്കെയാണ് അവിടുത്തെ കോൺസ്റ്റന്റ് അല്ലാത്ത ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ 4p സ്ക്വയർ qന്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് കാണണം നമുക്ക്. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 4p സ്ക്വയർ qന്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ്, അതായത് ഇതിലെ ഈ വേരിയബിൾ പാർട്ട് മാറ്റി നിർത്തിയിട്ട് വരുന്നതായിരിക്കും അതിന്റെ കോഎഫിഷ്യന്റ്. എത്രയാണ്? 4. ഈ കേസിൽ -3pq സ്ക്വയറിന്റെ ഈ ടേമിലെ ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേരിയബിൾ പാർട്ടിനെ മാറ്റി നിർത്തുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അത് ഈ കേസിൽ -3 ആയിരിക്കും. ഓക്കെ, അപ്പൊ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ. കോഎഫിഷ്യന്റ് ഓഫ് എ ടേം എന്ന് പറയുന്നത് ദ കോഎഫിഷ്യന്റ് ഈസ് ദ ന്യൂമറിക്കൽ ഇൻ ദ ടേം. ആ ടേമിനകത്തെ ന്യൂമറിക്കൽ പാർട്ടാണ്. അതിന്റെ വേരിയബിൾ പാർട്ടിനെ മാറ്റി നിർത്തി കിട്ടുന്ന ന്യൂമറിക്കൽ പാർട്ടാണ് അവിടുത്തെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. താഴെ കുറച്ച് എക്സ്പ്രഷൻസ് ഞാൻ തരും. അതിനകത്ത് എക്സിന്റെ കോഎഫിഷ്യൻസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ 4x മൈനസ് 3y. ഇതിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടേം വിത്ത് ഫാക്ടർ എക്സ്. എക്സ് ഉള്ള ആ ഒരു ടേമിനെ കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ എക്സ് അല്ലാതെ വരുന്ന ന്യൂമറിക്കൽ പാർട്ട് അതേതാണ്? 4 ആണ്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? 4. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4.
ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിള്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 8 മൈനസ് എക്സ് പ്ലസ് വൈ. ഇതിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ടേം വിത്ത് ഫാക്ടർ എക്സ്. എക്സ് ഫാക്ടർ ആയിട്ട് വരുന്ന ടേം ഏതാ നോക്കാം. ഇവിടെ 3 ടേംസ് ആണുള്ളത്, 1 2 3. ഈ 3 ടേംസില് എക്സ് ഫാക്ടർ ആയിട്ട് വരുന്ന ടേം ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പൊ അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് അല്ലാത്ത ന്യൂമറിക്കൽ പാർട്ട് മൈനസ് ഇൻക്ലൂഡഡ് ആക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? -1 ആണ് അവിടുത്തെ കോഎഫിഷ്യന്റ്. ക്ലിയർ ആണല്ലോ. ഇവിടെ ന്യൂമറിക്കൽ പാർട്ട് വേറൊന്നും ഇല്ലെങ്കിൽ അവിടെ ഏതാണ്? -1 ആണ്. 1 ആണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Third question, y square x minus y. Okay, y square x minus y. ഇതിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഉള്ള ആ ടേം നോക്കാം. എക്സ് ഫാക്ടർ ആയിട്ട് വരുന്ന ടേം, അതാണ് y square x എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈ കേസിൽ അപ്പൊ നമ്മൾ എന്തെടുക്കണം? വൈ സ്ക്വയറിന് എടുക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ഈ കോഎഫിഷ്യന്റ് ഓഫ് ടേംസ് എന്നുള്ള ഒരു ടോപ്പിക് പഠിച്ചപ്പോ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എനി അതർ പാർട്ട്. ഓക്കെ, എന്തായിരുന്നു ആ ഒരു? Sometimes any one factor in a term is called the coefficient of the remaining part of the term. Okay, അതായത് ഇവിടെ y square x minus y എന്ന് നമ്മൾ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ചോദിക്കുകയാണ്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ന്യൂമറിക്കൽ പാർട്ട് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു കേസില് എക്സ് ഒഴിച്ചിട്ട് വരുന്ന ഏതൊരു പാർട്ടിനെയും നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ കേസില് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. എക്സ് ഒഴിച്ചു വരുന്ന ഏതൊരു പാർട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞത് ന്യൂമറിക്കൽ ആണ് കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കേണ്ടതെന്നാണ്. പക്ഷെ ഇവിടെ എക്സിന്റെ ചോദിച്ചത് കൊണ്ട് നമുക്ക് ചില കേസുകളിൽ എങ്ങനെ പറയാം? എക്സ് ഒഴിച്ചു വരുന്ന ബാക്കി പാർട്ടിനെ മൊത്തം അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണല്ലോ. കൺഫ്യൂഷൻ ആവരുത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കണം. ദ കോഎഫിഷ്യന്റ് ഈസ് ദ ന്യൂമറിക്കൽ ഫാക്ടർ ഇൻ ദ ടേം. ഒരു ടേമിനകത്തെ ന്യൂമറിക്കൽ ഫാക്ടർ ആണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സംടൈംസ് എനി വൺ ഫാക്ടർ ഇൻ എ ടേം ഈസ് കോൾഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ടേം. ഓക്കെ, ചില സമയത്ത് ഇതിനകത്തുള്ള ഏതൊരു പാർട്ടും ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? എക്സ് ഒഴിച്ചുള്ള ബാക്കി പാർട്ട്. മനസ്സിലായോ? എക്സ് ഒഴിച്ചുള്ള ബാക്കി ഫാക്ടറിനെയാണ് നമ്മളിവിടെ കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഹോംവർക്ക് തരും കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിള് 2z minus 5xz. ഇതിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളോട് പറഞ്ഞത് ആദ്യം എന്ത് വേണം? എക്സ് ഫാക്ടർ ആയിട്ട് വരുന്ന ടേമിനെ കൺസിഡർ ചെയ്യാം. അതിവിടെ ഏതാണ്? -5xz ആണ്. -5xz ആണ് എക്സ് ഫാക്ടർ ആയിട്ട് വരുന്ന ടേം. നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് കാണേണ്ടത്. സോ എക്സ് ഒഴിച്ചുള്ള ബാക്കി ഫാക്ടേഴ്സിനെ നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ഇത് വരും -5z ആണ് എക്സ് ഒഴിച്ചിട്ടുള്ള ബാക്കി വരുന്ന അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ -5z ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് in -5xz. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇനി ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇതിന്റെ ആൻസേഴ്സ് എല്ലാതും. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്രഷൻസ് തരാം. വാട്ട് ആർ ദ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻ? താഴെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിനകത്ത് വൈയുടെ കോഎഫിഷ്യന്റ് ആണ് എനിക്ക് കാണേണ്ടത്. ഞാൻ നേരത്തെ എക്സിന്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ന്യൂമറിക്കൽ പാർട്ടാണ് എടുക്കേണ്ടത്. പക്ഷെ ചില കേസുകളിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഉള്ള ടേം എടുക്കുക, അല്ലെ എക്സ് ഫാക്ടർ ആയിട്ട് വരുന്ന ടേം എടുക്കുക. ആ ടേമിനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഒഴിച്ചു വരുന്ന ബാക്കി ഫാക്ടേഴ്സ് എല്ലാം എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേം എടുക്കുക, ആ ഒരു വേരിയബിൾ ടേം ആയിട്ട് വരുന്ന ഫാക്ടർ ആയിട്ട് വരുന്ന ടേം എടുക്കുക. അതിനുശേഷം അതിനകത്ത് ആ വേരിയബിൾ ഒഴിച്ചിട്ടുള്ള ബാക്കി ഫാക്ടേഴ്സ് ആണ് ആ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ഫസ്റ്റ് വൺ 4x മൈനസ് 3y. ഇതില് വൈയുടെ കോഎഫിഷ്യന്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 8 പ്ലസ് yz. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ yz സ്ക്വയർ plus 5. Then fourth question my plus m. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെയൊക്കെ ആൻസേഴ്സ് വൈയുടെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യണം? കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ദെൻ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ആയിട്ടുള്ള 4x മൈനസ് 3y. ഇതിനകത്ത് എനിക്ക് വൈയുടെ കോഎഫിഷ്യന്റ് ആണ് കാണേണ്ടത്. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? വൈ ഫാക്ടർ ആയിട്ട് വരുന്ന ടേം കൺസിഡർ ചെയ്യാം. ഇവിടെ വൈ ഫാക്ടർ ആയിട്ട് വരുന്ന ടേം ഏതാണ്? മൈനസ് 3y. ക്ലിയർ? അപ്പൊ മൈനസ് 3y ആണ് വൈ ടേം ആയിട്ട് വരുന്ന ഫാക്ടർ. വൈ ഫാക്ടർ ആയിട്ട് വരുന്ന ടേം എന്ന് പറയുന്നത്. സോ ദെൻ നമ്മൾ എന്ത് ചെയ്യണം? വൈയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് വൈ എന്നുള്ള വേരിയബിൾ ഒഴിച്ചു വരുന്ന ബാക്കി ഫാക്ടേഴ്സ് ആണ് വൈയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്ത് വരും? വൈ ഒഴിച്ചു വരുന്ന ബാക്കി ഫാക്ടേഴ്സ് -3. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോമിയലിനെ കുറിച്ചാണ്. എൻ എക്സ്പ്രഷൻ വിത്ത് ഓൺലി വൺ ടേം ഈസ് കോൾഡ് എ മോണോമിയൽ. അതായത് ഒരു എക്സ്പ്രഷനിൽ ഒരു ടേം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്താ പറയാ? മോണോമിയൽ എന്നാണ് പറയാ. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. 7xy ഇത് ഒറ്റൊരു ടേം ആണ് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ടേംസ് എത്ര ടേംസ് ഉണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് പറഞ്ഞു മൈനസും പ്ലസും ആണ് ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ 7xy എന്ന് പറയുന്നത് ഒറ്റൊരു ടേം ആണ്. അപ്പൊ ഒരു ടേം ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? മോണോമിയൽ എന്ന് പറയും. അപ്പൊ 7xy എന്താ പറയാ? മോണോമിയൽ എന്ന് പറയും. നെക്സ്റ്റ് -5m ഇതൊരു മോണോമിയൽ ആണ്. ദെൻ 3z² ഇതൊരു മോണോമിയൽ ആണ്. 4 എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ടേമേ ഉള്ളൂ, കോൺസ്റ്റന്റ് ആണ്. സോ അതും മോണോമിയൽ ആണ്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് മോണോമിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ എക്സ്പ്രഷൻ വിത്ത് ഓൺലി വൺ ടേം ഈസ് കോൾഡ് എ മോണോമിയൽ. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ബൈനോമിയൽ. എൻ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് 2 അൺലൈക്ക് ടേംസ് ഈസ് കോൾഡ് ബൈനോമിയൽ. 2 അൺലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? ബൈനോമിയൽ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. x പ്ലസ് y ഇതൊരു ബൈനോമിയൽ ആണ്. 2 ടേംസ് ആണുള്ളത്. m -5. okay, then mn plus 4m ഇതെന്താണ്? ബൈനോമിയൽ ആണ്. then a² minus b². ഇതൊക്കെ എന്താണ്? ബൈനോമിയലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ
രണ്ട് ടേംസ് ഉണ്ടായിരിക്കും, രണ്ട് അൺലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ബൈനോമിയൽ എന്നാണ് പറയാ. ഇനി 3 ടേംസ് ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? ട്രൈനോമിയൽ എന്നാണ് പറയാ. 3 ടേംസ് ഉണ്ടെങ്കിൽ അതിനെ ട്രൈനോമിയൽ എന്ന് പറയും. ഒരു എക്സ്പ്രഷനകത്ത് 3 ടേംസ് ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ? ട്രൈനോമിയൽ. നമുക്ക് ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3. എല്ലാ ടേംസിനെയും പ്ലസും മൈനസും വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ടേംസ് ഉണ്ടെങ്കിൽ അതിനെ ട്രൈനോമിയൽ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? നോക്കാം. 3x² പ്ലസ് 5a പ്ലസ് 4 ഇതൊരു ട്രൈനോമിയൽ ആണ്. ക്ലിയർ? ദെൻ m പ്ലസ് n മൈനസ് 10 ഇതും ഒരു ട്രൈനോമിയൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. An expression which contains 3 terms is called trinomial. ക്ലിയർ ആണല്ലോ? ട്രൈനോമിയൽ എന്നാണ് പറയാ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പോളിനോമിയൽ. In general, an expression with one or more terms is called polynomial. അതായത് ഒന്നോ അതിലധികമോ ടേംസ് ഉള്ള എല്ലാത്തിനെയും നമ്മൾ ജനറൽ ആയിട്ട് എന്താ പറയാ? പോളിനോമിയൽ എന്ന് പറയും. ഒരു ടേം ഉള്ളതിനെ മോണോമിയൽ എന്ന്, 2 ടേംസ് ഉള്ളതിനെ ബൈനോമിയൽ എന്ന്, 3 ടേംസ് ഉള്ളതിനെ ട്രൈനോമിയൽ എന്ന് പറയും. ഒന്നോ അതിലധികമോ ടേംസ് ഉള്ളതിനെ എല്ലാത്തിനും കൂടെ ജനറൽ ആയിട്ട് എന്താ പറയാ? പോളിനോമിയൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതും പോളിനോമിയൽ ആവാം. ഓക്കെ, 3x² പ്ലസ് 4x പ്ലസ് 2 ഇതിൽ 3 ടേംസ് ഉണ്ട്. ഇതൊരു പോളിനോമിയൽ ആണ്. x പ്ലസ് 5 ഇതൊരു പോളിനോമിയൽ ആണ്. ക്ലിയർ? അപ്പോൾ ജനറൽ ആയിട്ട് ഒന്നോ അതിലധികമോ ടേംസ് ഉള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയും? പോളിനോമിയൽ എന്ന് പറയും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. State with reasons which of the following pairs of terms are like terms which are of unlike terms. അതായത് ഇവിടെ തന്നിരിക്കുന്നതില് താഴെ തന്നിരിക്കുന്ന ഈ ടേംസ് ഒക്കെ നമ്മളൊന്ന് നോക്കാം. എന്നിട്ട് ഇതിലേതൊക്കെയാണ് ലൈക്ക് ടേംസ്, ഇതിലേതൊക്കെയാണ് അൺലൈക്ക് ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം. 7x ആൻഡ് 12y. 7x ആൻഡ് 12y ഇതിനകത്ത് ഏതൊക്കെയാണ് ലൈക്ക് ടേംസ് എന്ന് ഇത് ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം ഇതിന്റെ എന്ത് ചെയ്യണം? ന്യൂമറിക്കൽ പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 7ഉം ഇവിടെ 12 ആണ് ന്യൂമറിക്കൽ പാർട്ട്. ഓൾജിബ്രായിക് പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഏതാണ്? എക്സ് ആണ്, ഇവിടെ വൈ ആണ്. അപ്പോ ഡിഫറെന്റ് വേരിയബിൾസ് ആണ് രണ്ടിലുള്ളത്. ഓക്കെ, ലൈക്ക് ടേംസ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? സെയിം വേരിയബിൾസ് ആയിരിക്കണം, സെയിം പവർ ആയിരിക്കണം. ഇവിടെ ഡിഫറെന്റ് വേരിയബിൾസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇത് അൺലൈക്ക് ടേംസ് ആണ്. ഏത്? 7xും 12yയും അൺലൈക്ക് ടേംസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. 15x ആൻഡ് മൈനസ് 21x. അപ്പൊ ഇതിന്റെ ന്യൂമറിക്കൽ പാർട്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. അതായത് സെയിം വേരിയബിൾ ആണ് ആണല്ലോ. സെയിം വേരിയബിൾ വിത്ത് സെയിം പവർ. അപ്പൊ അതെന്താണ്? ലൈക്ക് ടേംസ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെയിം വേരിയബിൾസ് ആണ്, സെയിം പവർ ആണ്. സോ അത് ലൈക്ക് ടേംസ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. മൈനസ് 4ab ആൻഡ് 7ba. ഇത് രണ്ടും എന്താണ്? ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിന്റെ ന്യൂമറിക്കൽ പാർട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഓൾജിബ്രായിക് പാർട്ട് നോക്കുക. അവിടെ സെയിം വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത് ആണല്ലോ. സെയിം വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത്. രണ്ടിലും എയും ബിയും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ സെയിം വേരിയബിൾസ് ആണ്, രണ്ടിനും സെയിം പവറും ആണ്. അപ്പൊ അതും എന്താണ്? ലൈക്ക് ടേംസ് ആണ്. ക്ലിയർ ആയി? നെക്സ്റ്റ് നോക്കാം. 3xy ആൻഡ് 3x. 3xy ആൻഡ് 3x. ഇതിനകത്ത് ന്യൂമറിക്കൽ പാർട്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾജിബ്രായിക് പാർട്ട് എടുക്കുമ്പോൾ ഡിഫറെന്റ് വേരിയബിൾസ് ആണ്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, പക്ഷെ ഇവിടെ വൈ ഉണ്ട്, ഇവിടെ വൈ ഇല്ല. അപ്പോ അവിടെ എന്താ പറയാ? ഡിഫറെന്റ് വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ
വേരിയബിൾസിന്റെ പവർ ഇവിടെ സെയിം ആണ്, പക്ഷെ എക്സിന്റെ പവർ മാത്രം കൺസിഡർ ചെയ്താൽ പോരല്ലോ, വൈയും സെയിം ആവണം. സോ നമുക്ക് എന്ത് പറയാം, ഡിഫറെന്റ് വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതെന്താണ്, അൺലൈക്ക് ടേംസ് ആണ്. ക്ലിയർ? അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും നമ്മൾ തരംതിരിച്ച് എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് നോക്കാം നമുക്ക്. Following simple steps will help you to decide whether the given terms are like or unlike terms. First one, ignore the numerical coefficients. Concentrate on algebraic part of the terms. അത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ പാർട്ട് ഇഗ്നോർ ചെയ്യാം. ഇപ്പൊ ഒരു 2 നമ്പേഴ്സ് നമുക്ക് തരാണ്. ഏതൊക്കെയാണ്? 6x², ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. 6x² y and 9x² y. ഓക്കെ, ഇതിനകത്ത് ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ഇഗ്നോർ ദ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ്. അപ്പൊ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ഈ കേസിൽ 6ഉം ഈ കേസിൽ 9ഉം ആണ്. അപ്പൊ അത് രണ്ടും ഇഗ്നോർ ചെയ്യുക, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഓൾജിബ്രൈക് പാർട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കോൺസെൻട്രേറ്റ് ഓൺ ഓൾജിബ്രൈക് പാർട്ട് ഓഫ് ദ ടേംസ്. അത് ഏതൊക്കെയാണ്? x²y-ഉം x²y-ഉം ആണ്. ഇനി അടുത്ത സ്റ്റെപ്സ് എന്താണ്? ചെക്ക് ദ വേരിയബിൾസ് ദ ടേംസ്, ദേ മസ്റ്റ് ബി സെയിം. ഇതിനകത്ത് വേരിയബിൾസിനെ ചെക്ക് ചെയ്യുക. ഇതിനകത്ത് എക്സ് ഉണ്ട്, ഇതിനകത്ത് എക്സ് ഉണ്ട്, ഇതിനകത്ത് വൈ ഉണ്ട്, ഇതിനകത്തും വൈ ഉണ്ട്. അപ്പോ വേരിയബിൾസ് അവിടെ സെയിം ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് ചെക്ക് ദ പവേഴ്സ് ഓഫ് ഈച്ച് വേരിയബിൾ ഇൻ ദ ടേംസ്, ദേ മസ്റ്റ് ബി സെയിം. അതായത് ഓരോ വേരിയബിളും ചെക്ക് ചെയ്ത് അതിന്റെ പവർ ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു കേസിൽ എക്സിന്റെ പവർ ഇവിടെ 2 ആണ്, ഈ കേസിൽ എക്സിന്റെ പവറും 2 ആണ്. സോ പവേഴ്സ് സെയിം ആണ്. ദെൻ വൈയുടെ പവർ 1 ആണ്, ഇവിടെയും വൈയുടെ പവർ 1 ആണ്. സോ ഇവിടെയും പവേഴ്സ്, വൈയുടെ പവേഴ്സും സെയിം ആണ്. സോ വാരിയബിൾസും സെയിം ആണ്, അതിന്റെ പവേഴ്സും സെയിം ആണ്. ദെൻ നമുക്ക് എന്ത് പറയാം, അത് ലൈക്ക് ടേംസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ഇഗ്നോർ ചെയ്ത് ഓൾജിബ്രൈക് പാർട്ട് മാത്രം കൺസിഡർ ചെയ്യുക. ദെൻ വാരിയബിൾസ് ചെക്ക് ചെയ്യുക, വാരിയബിൾസ് സെയിം ആയിരിക്കണം. ദെൻ വാരിയബിൾസിന്റെ പവേഴ്സ് ചെക്ക് ചെയ്യുക, അതും സെയിം ആയിരിക്കണം. ഓക്കെ, നോട്ട് ദാറ്റ് in deciding like terms, 2 things do not matter. 1, numerical coefficients of the terms. Second, the order in which the variables are multiplied in the terms. അപ്പോ ഇങ്ങനെ ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും ഡിസൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ഒറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്, എന്താണ്? ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേത് വാരിയബിൾസിന്റെ ഓർഡർ. അതായത് ഇപ്പൊ ഇവിടെ 6x² എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 6yx² എന്നായാലും പ്രശ്നമില്ലാന്ന്. വേരിയബിൾസിന്റെ ഓർഡർ, കിടക്കുന്ന ഓർഡർ തെറ്റിയാലും പ്രശ്നമില്ല. വേരിയബിൾസ് സെയിം ആയിരിക്കണം, അതിന്റെ പവേഴ്സ് സെയിം ആയിരിക്കണം.